സമയതീരത്തിൽ ഇന്ന് നാം നിൽക്കുന്ന ഈ സമയത്തിൽ മായയുടെ ലോകത്ത് ഇന്ന് പരമമായ സത്യം തേടാൻ എത്ര പേർ ശ്രമിക്കുന്നു. ചില സത്യങ്ങളുണ്ട് ലോകത്ത്, ആ സത്യം സത്യമാണ്. അതാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ കൂടെ തിരയുന്നതും. ചില വ്യക്തിത്വങ്ങൾ, മഹത് വ്യക്തിത്വങ്ങളെ കണ്ടുമുട്ടുന്നത് ഇവിടെയാണ്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് തോന്നയ്ക്കൽ മേലതിൽ ഭഗവതി ക്ഷേത്ര പരിസരത്താണ്. സോമൻ സ്വാമി എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഇതിൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹത്തോട് ഇന്നത്തെ ഈ മായിക ലോകം എങ്ങനെ നമുക്ക് മറികടക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. നിങ്ങൾ നമസ്കാരം. ഇപ്പൊ ഞാൻ എൻ്റെ ഈ മേലതിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രതിനിധി എന്നുള്ള കാര്യദർശി എന്നുള്ള സ്ഥാനത്ത് നിന്നും കൊണ്ട് പ്രവർത്തിക്കുന്നു ഒറ്റയ്ക്ക്. എന്നോടൊപ്പം തന്നെ ഇതിൻ്റെ കുടുംബ അംഗങ്ങളെ ഞങ്ങൾ 5 ശാഖക്കാർ എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ആളുകൾ. അപ്പൊ ദേവന്റെ മുതലുകൾക്ക് ഇന്ന് സമൂഹത്തിലുള്ള അംഗീകാരം അത്തരത്തിലുള്ളതാണ്. ഇപ്പൊ ഗുരുവായൂരായാലും ശരി, ശബരിമല ആയാലും ശരി, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായാലും ശരി, ഭരണ സംവിധാനം ഏതെല്ലാം ക്ഷേത്രത്തിൽ നിലനിൽപ്പുണ്ടോ ആ ദൈവത്തിന്റെ നാമത്തിൽ ആണ് നടക്കുന്നതെങ്കിലും ഇത് നടത്തിപ്പുകാരുടെ കയ്യിലാണ് അതിൻ്റെ കാര്യങ്ങളിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നേർച്ച നടത്തണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നാൽ അവർ പറയും ഇത്ര രൂപ ഫീസ്, നമ്മൾ രസീത് വാങ്ങിക്കൊണ്ട് നമ്മൾ ആ നേർച്ച നടത്തിയിട്ട് പോരുന്നു. പക്ഷെ അതിന് ആ ദേവഭാവത്തിങ്കിൽ കിട്ടുന്ന ആ അംഗീകാരത്തിൽ കിട്ടുന്നത് നാമമാത്രമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഫണ്ട് വന്നതിന് ശേഷം അത് പല രൂപത്തിൽ അതിൽ ചെലവഴിച്ചതായിട്ടുള്ള റെക്കോർഡുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും. ഇന്ന് വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നിത്യച്ചെലവിന് യഥാർത്ഥത്തിൽ ഈ ഫണ്ട് കാണിക്കേണ്ട കാര്യമില്ല. നെയ്യായാലും ശരി, എണ്ണയായാലും ശരി, നിവേദ്യ വസ്തുക്കളായാലും ശരി, ഭക്തജനങ്ങൾ ഇതെല്ലാം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ അറിയുന്നുണ്ടോ? ആരും അറിയുന്നില്ല ആ സത്യം. വലുതായാലും ചെറുതായാലും വിശ്വാസികൾ അങ്ങനെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട് ക്ഷേത്രത്തിൻ്റെ തണത്. പക്ഷെ അത് ആരും അറിയുന്നില്ല. അതിൻ്റെ കണക്കുകളോ രേഖകളോ വെളിയിലിട്ട് വരുന്നതുമില്ല. ഒരു മാസം കണക്കെടുക്കുന്നു, പൊതുജനങ്ങളിൽ നിന്നും നമുക്ക് നിവേദ്യ വസ്തുക്കൾ ഇന്ന ഐറ്റങ്ങൾ കിട്ടി, ഇത്ര രൂപയ്ക്ക് മുതൽ പിടിപ്പുള്ള കിട്ടിയതായിട്ട് ഒരു ക്ഷേത്രക്കാരും കാണിക്കുന്നില്ല. വരവ് ചെലവ് ഇങ്ങനെ ഒരു കണക്ക് കാണിക്കും. ഇത് ഓരോരുത്തരും എഴുതി ചോദിക്കാനായിട്ട് ഒരു മനുഷ്യരും തയ്യാറാവില്ല. ഇതിൻ്റെ അംഗങ്ങൾ, കമ്മിറ്റിക്കാർ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. നോട്ടീസ് പുറത്ത് വരുമ്പോൾ ജനങ്ങൾ അത് കാണുകയോ അറിയുകയും ഈ വർഷത്തെ വരുമാനം ഇത്ര 1000 രൂപ ഉണ്ടായിരുന്നു, അല്ലെ ഇത്ര ലക്ഷമുണ്ട്, അത് ഇത്ര ലക്ഷം ചിലവായി. അപ്പോൾ അത് ചിലയിടത്ത് തട്ടിക്കൊണ്ട് വയ്ക്കും. 90 പൈസ മിച്ചം, 80 പൈസ മിച്ചം, ബാക്കി കംപ്ലീറ്റ് ചിലവായി, ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ചിലയിടത്തെന്ന് പറയുമ്പോൾ ഇത്ര രൂപ കടത്തിലാണ്, അതിന് കുറേ രേഖകളും അവർ കാണിക്കും. അപ്പം ആ രീതിയിലാണ് ക്ഷേത്ര നടത്തിപ്പ് ഇന്ന് ലോകത്ത്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. മറ്റു സംസ്ഥാനങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ട കാര്യമില്ല. അവിടുത്തെ രീതി നമ്മുടെ രീതിയായിട്ട് ലാഭകര വ്യത്യാസമുണ്ടല്ലോ. കുറിച്ച് പലരും ചിന്തിച്ചെങ്കിൽ പോലും വരവും ചെലവുമായിട്ട് താരതമ്യപ്പെടുമ്പോൾ വളരെ അകലമുണ്ട്, കുറവ്. അപ്പോൾ വീണ്ടും കടക്കാരനാകാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു അധ്യായത്തിൽ എത്തി അങ്ങനെ നിൽക്കുകയാണ് ഞാൻ. എൻ്റെ കാലം വരെ ഇനി കടം വരാതെ മുന്നോട്ട് പോകാനൊരു പശ്ചാത്തലം അതാഗ്രഹിച്ച് ആ രീതിയിലാണ് ഇപ്പം ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ വന്ന് രക്ഷപ്പെട്ടു പോയ 100 കണക്കിന് കുടുംബങ്ങളുണ്ട്. പലവിധ വിപത്തുകളിൽ നിന്നും ഈ ക്ഷേത്രത്തിൽ എത്തിയതിന് ശേഷം രക്ഷ നേടിപ്പോയിട്ടുള്ള അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞ ചരിത്രങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ അവർ പോലും ഒരു കുറവ് കണ്ട് അതിനെന്നാ നമുക്കിൻ്റെ ഉപകാരം വന്നതാണ്, നമുക്കതിലൊന്ന് പങ്കാളിയാകാം എന്ന് പോലും തയ്യാറാകാറില്ല. ഒരുപക്ഷെ നമ്മളൊരാവശ്യം അങ്ങോട്ട് ഉന്നയിക്കാം എന്ന് വിചാരിച്ചാൽ അവരുടെ ആ നടപടി, ഇങ്ങോട്ടുള്ള സംഭാഷണ ശൈലിയിൽ നമ്മളത് വേണ്ടാന്ന് വയ്ക്കും.
ഉണ്ട്. ഇതൊരു പുണ്യഭൂമിയാണ്. കാര്യം സ്വാമി അങ്ങോട്ട് ചെന്ന് ഒരിടത്ത് ചെന്ന് ഒരു മന്ത്രവാദമോ അല്ലെങ്കിൽ ഒരു പൂജയോ ഒരു പ്രാർത്ഥനയോ ഒന്നും ചോദിക്കാറില്ല, നടത്തില്ല. ഒന്നുമില്ല. അതിന്റെ ആവശ്യകത നമ്മൾ അവരോട് പറയും. പിന്നെ ഇതുപോലെയാണ് ഇത് ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന ചെലവ് നിങ്ങൾ വഹിച്ചേ മതിയാവുള്ളൂ. കാര്യം ഇവിടെ പൂജയ്ക്കുള്ള അങ്ങനെയാണ് അങ്ങനെയാണ് ഇന്ന് വരെയും. അതുകൊണ്ടാണ് ഇന്നും അതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇങ്ങനെ കരിഞ്ഞിരിക്കേണ്ടത്. അല്ലെങ്കിൽ ഇന്ന് ഓരോ ആർഭാടമായിട്ടും വലിയ മേളമായിട്ടും വരുന്നവർക്ക് സന്തോഷം ജനിപ്പിക്കുന്ന ഒരു അധ്യായം ഇവിടെ ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇന്ന് 10,000 രൂപ ചെലവാകുന്ന ഒരു പൂജ വലിയ ഭീമമായ രീതിയിൽ അവർ നടത്തുന്നു എന്നിരിക്കട്ടെ, അത് ചെലവാക്കാനും നമുക്ക് ആ കാശ് തന്നെ വേണ്ടി വരും. ആ 10,000 രൂപ ചെലവാക്കുന്നതിന് 50,000 വാങ്ങിയാലോ? അങ്ങനെ വാങ്ങുന്നില്ല. അതാണ് ഇവിടുത്തെ. അപ്പൊ 50,000 ബാക്കി 40,000 രൂപ നമുക്ക് അങ്ങനെ പല പൂജകളിലാകുമ്പോ നമുക്ക് ലക്ഷങ്ങള് ഇവിടെ ഫണ്ട് ഉണ്ടാവും. നമുക്ക് പണത്തിന് ദാരിദ്ര്യം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ രക്ഷാകവചം അന്വേഷിച്ച് വരുന്നവരെ എന്ത് പറഞ്ഞാലും ചെയ്യും. അവർക്ക് അപ്പോഴും രക്ഷയാണ് ആവശ്യം, പണമല്ല. അപ്പൊ കിടക്കാടൻ പണയപ്പെടുത്തിയായാലും ശരി, നമ്മൾ ആവശ്യപ്പെടുന്നത് ഇവിടെ കൊണ്ട് കൊടുത്തെന്നിരിക്കും. കുറച്ച് ശാപങ്ങളിൽ ഉള്ള സ്വത്ത് സമ്പാദിച്ച് ഇതിന് മുതൽ കൂട്ടിയാൽ നാളെ ഇതൊരു നാശക്കോട്ടയിലേക്കേ പോവുള്ളൂ. എൻ്റെ കാലം കഴിയുമ്പോൾ എൻ്റെ സംവിധാന രീതികൾ മാറിയെന്നിരിക്കും. സത്യത്തിലേക്കാരും അസത്യത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം ചിലപ്പോൾ ഒരുങ്ങിയെന്നിരിക്കും. അപ്പം അതിന് വഴികാട്ടിയ ഞാനുണ്ട്. അപ്പം ആ പാപം കൂടി എൻ്റെ പിൽക്കാലങ്ങൾ ചുമക്കേണ്ടായിട്ട് വരും. ഇതൊക്കെ ആലോചിച്ചിട്ട് എനിക്കൊരു തീരുമാനമുണ്ട്. ആർക്കും കോട്ടം വരാത്ത രീതിയിൽ സത്യസന്ധമായി കാര്യങ്ങൾ നടക്കുക, അതിനുവേണ്ടി ചിന്തിക്കുക, ആ വഴിക്ക് പുറപ്പെടുക. ആ രീതിയിലൊന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആദ്യമായിട്ട് വന്ന് കാണുന്ന ആള് ഈ മുറ്റത്ത് വന്ന് നിന്നാൽ, ഓഫീസിൻ്റെ നടയെ വന്ന് നിന്നാൽ, ഞാൻ ഈ കസേരയിൽ ഇരുന്നാൽ അവരെന്നെ പറ്റി കണ്ടിട്ട് ധരിക്കുന്നത് എന്തായിരിക്കും എന്ന് എനിക്കറിയാം. കാരണം അതിനു വേണ്ടിയുള്ള ഒരു വേഷം കെട്ടിയല്ലോ ഞാനിവിടെ ഇരിക്കുന്നത്. ദീക്ഷയില്ല, അപ്പോ ഞാൻ പുറമോടികളൊന്നുമില്ല. നമ്മള് സത്യസന്ധമായിട്ട് അതിന്റെ രീതിയിൽ അവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു പശ്ചാത്തലം ഒരുക്കുമ്പോൾ അപ്പോഴാണ് അവര് എന്നെ പറ്റി അറിയുന്നതും മനസ്സിലാക്കുന്നത്. അവര് വന്ന കാര്യത്തിന്റെ സാധ്യം ആയിക്കഴിഞ്ഞ് അവർ രക്ഷപ്പെടുമ്പോഴാണ് നമ്മളെ പറ്റി അവരെ അറിയുന്നത്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അല്ല, അറിയപ്പെടാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. ശരിക്കും ടെമ്പോ പിടിച്ച് എത്രയോ ടെമ്പോകൾ വന്നുകൊണ്ടിരുന്ന സ്ഥലമല്ലേ. അതെ, അതുകൊണ്ട് നമ്മൾക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നുള്ളവർക്കൊന്നും അറിയാം. തോന്നക്കൽ മങ്കാട്ടുമൂല മേലതിൽ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് രക്ഷപ്പെട്ട കുടുംബങ്ങൾക്ക് എന്നെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർക്ക് എന്നെ നല്ലതുപോലെ അറിയാം. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കുടുംബത്തിൽ നമ്മൾ പോയി നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയും, എന്നെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോവുകയും തിരിച്ചെന്നെ ഇവിടെ കൊണ്ടാക്കുകയും വേണം. അതിന്റെ ചെലവ് നിങ്ങൾ ചെയ്യണം. വളരെ അപൂർവമായിട്ടേ എങ്ങനെയും സംഭവിക്കാറ്. അപ്പൊ മറ്റേ സ്വാമിമാരെങ്ങനെയല്ല, ഇവിടെ ദേവസ്വത്തിൽ ഇത്ര രൂപ അടച്ചേക്ക്, യാത്ര ചെലവ് ഞാൻ ഓഫീസിൽ അടച്ചേ, ആളങ്ങ് വന്നോളൂ, ഇങ്ങനെ പറയുള്ളൂ. ഒന്നുകിൽ അവർ വണ്ടി കൊണ്ടുപോയി കൊണ്ടാക്കുക, അല്ലെങ്കിൽ ഇവരൊന്ന് ഇവിടെ വണ്ടി ഉണ്ടല്ലോ, വാഹനത്തിൽ അങ്ങ് ചെല്ലുക. അപ്പോൾ അതിൻ്റെ ചിലവ് നേരത്തെ ഇവിടെ അടച്ചിരിക്കുകയും സ്വാമിക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മളെല്ലാം വരുന്നവരോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൈകാര്യം ചെയ്യുന്നതാണ്. ഞാനിവിടുന്ന് വെളിയിലോട്ട് നമ്മളെ സ്റ്റേറ്റ് വിട്ട് മറ്റാ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. ആന്ധ്രയിലും ചില ഭാഗങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ ക്ഷേത്ര ആവശ്യത്തിന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് തന്നെ പോയിട്ടുള്ളത്. അല്ലാതെ ഉള്ള മറ്റു കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ല.